ധ്യാനത്തിലൂടെ ദശമസ്കന്ധത്തിലെ കഥാഭാഗങ്ങളിലെ ആന്തരികമായ രഹസ്യത്തെക്കുറിച്ചിട്ടാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ രാജസൂയ യാഗത്തിലെ കഥാഭാഗങ്ങളിലുണ്ടായിരുന്ന തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് സാല്വചരിതം, ദന്തവക്ത്ര, വിദൂരഥ വധങ്ങള്, അതുപോലെ നമ്മുടെ ബലരാമസ്വാമികൾ നടത്തിയ തീർത്ഥാടനം, അപ്രകാരം തന്നെ കുചോളോപാഖ്യാനം മുതലായിരിക്കുന്ന കഥകളിൽ നിന്നും ഏതൊരു ആത്മീയ തത്വമാണ് നമ്മൾ അറിയേണ്ടതെന്ന് ഇപ്പോൾ ചിന്തിക്കാം. രാജസൂയ യാഗത്തിന് ശേഷം വരുന്ന കഥാഭാഗം സാല്വചരിതമാണ്. സ്വാലൻ ശിശുപാലന്റെ സഖാവാണ്. അപ്പൊ യാദവനാശത്തിന് വേണ്ടിയിട്ട് വലിയതായ തപസ് ചെയ്തു. ശിവഭഗവാൻ തപസ്സിൽ സംതൃപ്തമായിട്ട് സൗഭം എന്ന് പറയുന്ന വിമാനത്തെ നൽകി അനുഗ്രഹിച്ചു. സൗഭം എന്ന് പറയുന്ന വിമാനം ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു വാഹനമായിരുന്നു. അപ്പോ ഈ സാലിൻ ശിശുപാലന്റെ ഒരു സുഹൃത്തുമായിരുന്നു. അപ്പോ ശിശുപാലനെ വധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വാലൻ തന്റെ സൗഭം എന്ന് പറയുന്ന വാഹനത്തോടു കൂടിയിട്ട് ദ്വാരകയെ ആക്രമിച്ചു. ആക്രമിച്ച സമയത്ത് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തില് ദുർനിമിത്തങ്ങളൊക്കെ ദർശിച്ചപ്പോ ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ തിരിച്ചെത്തുകയാണ്. പ്രതിമുന്നുമായിട്ട് അപ്പോഴേക്കും 27 നാള് യുദ്ധം തുടർന്നിരുന്നു. അങ്ങനെ ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് ഭഗവാൻ അവിടെ തിരിച്ചെത്തി. പിന്നീട് അവിടെ ഭയങ്കരമായ യുദ്ധം നടന്നു. സ്വാലൻ മായ വസുദേവരെ സൃഷ്ടിച്ച് കൊന്നുപോലും കാണിച്ചു. അവസാനം കൗമോദകി എന്ന് പറയുന്ന വിമാനത്തെ, ഗദയെ കൊണ്ട് വിമാനത്തെയും അതുപോലെ സുദർശനെ കൊണ്ട് ഭഗവാൻ സ്വാലിനെയും നശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കഥാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യാദവന്മാര് എന്ന് പറയുന്നവര് സത്വഗുണികളാണ്. സത്വഗുണ പ്രധാനന്മാരായിരിക്കുന്ന ആളുകളെയാണ് യാദവന്മാര് എന്ന് പറയുന്നത്. ഈ യാദവന്മാരെ നശിപ്പിക്കണമെങ്കിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത്? യാദവന്മാരെ, അതായത് സത്വഗുണത്തെ നശിപ്പിക്കാൻ യാദവന്മാരെ കൊല്ലണമെങ്കിൽ തമോ ഗുണം വളരണം. തമോ ഗുണത്താലാണ് മറ്റുള്ളവരെ കൊല്ലാൻ, നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ശങ്കരനെ തപസ് ചെയ്യുകയാണ് സ്വാലൻ ചെയ്തത്. അപ്പൊ ഈ സ്വാലൻ എന്ന് വെച്ചാൽ എന്താണ്? തമോ ഗുണപ്രധാനിയാണ്. തമോ ഗുണപ്രധാനികളുടെ പ്രത്യേകത എന്താണ്? വാസ്തവത്തില് അവര് മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള അതിയായ പ്രവണത, മനോഭാവം ഉള്ളവരാണ്. മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നതാണ് തമോ ഗുണ സ്വഭാവമുള്ളവരുടെ പ്രത്യേകത. കാരണം മറ്റുള്ളവരുടെ സാമീപ്യം അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ പ്രതികരണം ഇവയെല്ലാമാണ് തങ്ങളുടെ നാശത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം എന്ന് ധരിച്ച് അവർ തടസ്സം എന്ന് തോന്നുന്നത് ശക്തിവിശേഷങ്ങൾ, അതെന്തു തന്നെയായാലും, പ്രതിബന്ധങ്ങൾ എന്തു തന്നെയായാലും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഏത് തന്ത്ര കുതന്ത്ര കാര്യങ്ങളും അവർ പ്രയോഗിക്കണം. വാസ്തവത്തിൽ അതിന്റെ ഫലം എന്താണ്? അത് സ്വയം നശിപ്പിക്കുന്നതാണ്. അത് തന്നെ വാസ്തവത്തിൽ നശിപ്പിക്കും. മറ്റുള്ളവരെയും കൊല്ലിക്കും, തന്നെയും കൊല്ലിക്കുന്നതാണ് ഈ തമോഗുണ സ്വഭാവത്തിന്റെ പ്രത്യേകത. എന്തായാലും അപ്പോ ആ സൗഭം എന്ന് പറയുന്ന വിമാനം അതെന്തിന്റെ പ്രതീകമാണ്? തമോഗുണ അഹങ്കാരമാണ്. തമോഗുണ അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് സൗഭം എന്ന് പറയുന്ന വിമാനം സ്ഥിതി ചെയ്യുന്നത്.
അതാണ് അഹങ്കാരത്തിന് കരയിലും കടലിലും അതുപോലെ ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ പ്രതീകമാണ് ഈ സൗഖം എന്ന് പറയുന്ന വിമാനം. എന്നാ വാസ്തവത്തിൽ ഈ അഹങ്കാരം എന്ന് പറയുന്നതും സത്യത്തിൽ എന്താണ്? ഇപ്പോ തമോ ഗുണാഹങ്കാരമായാലും ശരി, രജോ ഗുണാഹങ്കാരമായാലും ശരി, സത്വഗുണാഹങ്കാരമായാലും ശരി, ഈ അഹങ്കാരം എന്ന് പറയുന്നതും സത്യത്തില് ഒരു ബോധം മാത്രമാണ്. അവബോധം, ശുദ്ധബോധം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ, ചലനം മാത്രമാണ് വാസ്തവത്തിൽ ഈ അഹങ്കാരങ്ങൾ എല്ലാം തന്നെ. ഇവിടെ ഈ തമോ ഗുണനാശമായിരിക്കുന്ന ഗര കൊണ്ടാണ്, തമോ ഗുണത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗര കൊണ്ടാണ് ഭഗവാൻ ആ വാഹനത്തെ നശിപ്പിക്കുന്നത്. പിന്നെ സുദർശനം കൊണ്ടോ സാലിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗര വായുതത്വമാണ്, വായുതത്വത്തിന്റെ പ്രതീകമാണ്. അഹങ്കാരത്തെ നശിപ്പിക്കുവാൻ യോഗഭാവം, നമ്മളെ പ്രാണായാമം ഒന്നുകൂടി ആയാസമാണ്, ആയാസത്തോടു കൂടിയതാണ്. അനായാസമായിട്ട് ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് അനായാസമായിട്ട് പ്രാണായാമം സംഭവിക്കുവാൻ മൂലമന്ത്ര ജപം കൊണ്ട് സാധിക്കും. ഗുരുപദേശമായിരിക്കുന്ന മൂലമന്ത്രത്തെ ഒരേ ഋതത്തോടെ, ഒരേ താളത്തോടുകൂടി നമ്മൾ ജപം തുടരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രാണായാമം സംഭവിച്ചു പോകും. അപ്പൊ അങ്ങനെ തമോ ഗുണമാണ് ഏത് ഗുണത്തെയും നശിപ്പിക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. സുദർശനം എന്ന് പറയുന്ന സമയം ബോധമാണ്, ശുദ്ധബോധം, കലർപ്പില്ലാത്ത ബോധത്തിന്റെ. അപ്പോഴാണ് കലർപ്പില്ലാത്ത ശുദ്ധബോധത്തിലേക്ക് വ്യക്തികൾക്ക് ഉണരുവാൻ സാധിക്കുമ്പോഴാണ് നിഷ്പക്ഷമായിട്ട്, നിസ്സംഗമായിട്ട് ഈ യാഥാർത്ഥ്യം ബോധിക്കുവാൻ സാധിക്കുകയാണ്. ഇനി നമുക്ക് ദണ്ഡവക്ര വിദൂരഥമാരായ ആളുകളെ ഭഗവാൻ വധിച്ചതിന്റെ താല്പര്യത്തെയാണ് പറയുവാനുള്ളത്, അതിന്റെ തത്വം. ഇവിടെ ദണ്ഡവക്രൻ എന്ന് പറയുന്നത് വാസ്തവത്തില് ഭഗവാന്റെ പാർഷദ പ്രധാനികളായ ജയവിജയന്മാരിലെ വിജയനാണ് ഇവിടെ ദണ്ഡവക്രനായിട്ട് പുനരാവിർഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് വാസ്തവത്തില് ആരാണ്? ഈ അവതാര സമയത്ത് ഭഗവാന്റെ അമ്മാവന്റെ മക്കളായിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ശിശുപാലൻ മുതലായിരിക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കളെ ഭഗവാൻ വധിച്ചതിൽ വളരെ വലിയ അമർഷമുണ്ട്. അപ്പൊ അമർഷത്തോടു കൂടിയിട്ടാണ് ഇവര് ഭഗവാനോട് യുദ്ധത്തിന് വന്നത്. അപ്പൊ ഭഗവാൻ കൗമോദകീകത കൊണ്ട് ദണ്ഡവക്രനെയും സുദർശനത്തെ കൊണ്ട് വിദൂരഥനെയും വധിച്ച് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ദണ്ഡവക്തൃത്വം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? വായയിൽ നിറച്ചും പല്ല്. ഈ പല്ല് എന്തിനെയാണ്? തിന്നാൻ. അപ്പോ തിന്നുന്ന മനോഭാവമാണ് ദണ്ഡവക്തൃത്വം. ശിശുപാലത്വം എന്ന് പറഞ്ഞാൽ മൈഥുന ആസക്തി ഉള്ളത്. അപ്പൊ ശിശുപാലനിപ്പോ വധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ദണ്ഡവക്രനെയാണ് നശിപ്പിക്കേണ്ടത്. അപ്പോ ഇവിടെ എപ്പോഴും എന്തെങ്കിലും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ്, മനോഭാവമാണ്, സ്വഭാവമാണ് എന്ത്? ദണ്ഡവക്തൃത്വം. അപ്പൊ ആ ദണ്ഡവക്തൃത്വത്തെയാണ് ഭഗവാൻ ഇപ്പൊ ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. തന്റെ സുദർശനം കൗമോദകി ഗത കൊണ്ടാണ് ഈ ദണ്ഡവക്രനെയും, എന്ന് വെച്ചാൽ പ്രാണായാമം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കണമെങ്കിൽ നമ്മള് രണ്ടാമത്തെ യോഗഭൂമികയായ സുവിചാരണ എന്ന് പറയുന്ന യോഗഭൂമികയുടെ
കഥാഭാഗങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ വളരെ വിശദമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ ശ്രമിച്ചു നോക്കാം. അപ്പൊ പ്രാണായാമത്തിന്റെ പ്രത്യേകതകളും അതെങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിക്കൂടാ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ശ്രമിക്കുവാൻ സാധിക്കും. ഇനി ഇപ്പൊ ഇവിടെ വിരൂരഥനെയും ഭഗവാൻ വധിച്ച് മോക്ഷം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭൂമിക്ക് ഭാരമായിരുന്ന ഒരുപാട് പേരെ ഇപ്പൊ കൊന്നു കഴിഞ്ഞു. ഈ സന്ദർഭത്തില് ചൂതില് തോറ്റ പാണ്ഡവർക്ക് കാട്ടിൽ പോകേണ്ടതായിട്ടും വന്നു. ഭഗവാൻ പാണ്ഡവദൂതനായിട്ട് മധ്യസ്ഥത വഹിച്ചുവെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു? മഹാഭാരത യുദ്ധം നിശ്ചയിക്കപ്പെടുക തന്നെ ചെയ്തു. ആ യുദ്ധത്തില് ബന്ധുക്കളായ പാണ്ഡവരോടും ശിഷ്യനായ ദുര്യോധനോടും തുല്യ സ്നേഹമുള്ള ഒരാളുണ്ടായിരുന്നു. ആരാണത്? ബലരാമസ്വാമികൾ. അപ്പൊ ബലരാമ എന്ത് ചെയ്തു? ഈ രണ്ടുപേരുടെയും പക്ഷം നിൽക്കാതെ മൗനം പാലിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നൈമിഷ്യാരണ്യത്തിലെത്തിയ അദ്ദേഹം ആചാര്യനായിരുന്ന ലോമകൃഷ്ണൻ തന്നെ മാനിക്കാത്തതിനാൽ വധിച്ചു കളഞ്ഞു. അപ്പൊ ബ്രഹ്മഹത്യാ പാപശാന്തിക്കായിട്ട് ഋഷിമാരുടെ നിർദ്ദേശപ്രകാരം തീർത്ഥാടനം ചെയ്യുകയും ചെയ്തു. വീണ്ടും തീർത്ഥാടനം പുറപ്പെടുകയാണ്. അപ്പൊ ലോമകൃഷ്ണപുത്രനായ ഉഗ്രശ്രവസ് എന്ന സൂര്യനെ പുരാണ ആചാര്യനായിട്ട് ബലരാമസ്വാമികള് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഭഗവാന്റെ യാത്രാ സമയത്ത് മഹർഷിമാര് നടത്തി വന്നിരുന്നതായ യാഗാദി യജ്ഞങ്ങളെ വില്ലലാസുരന്റെ പുത്രനായ ഇല്ലൊരാസുരൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ അസുരനെ ബലരാമൻ വധിക്കുന്നുണ്ട്. വീണ്ടും അനവധി തീർത്ഥങ്ങൾ സ്നാനങ്ങൾ നടത്തി പ്രഭാസത്തിൽ എത്തിയപ്പോഴാണ് ഭീമ ദുര്യോധനന്മാരുടെ ഗദായുദ്ധ വാർത്ത കേൾക്കുന്നത്. ശിഷ്യവാത്സല്യം കൊണ്ട് അവിടെ എത്തിയെങ്കിലും ഫലമുണ്ടായില്ല, അല്ലെ? അങ്ങനെ ദ്വാരയിലേക്ക് തിരിച്ചു. അങ്ങനെ ബലരാമര് പത്നിയെയും കൂട്ടി നൈമിഷ്യാരണ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് കുറച്ചു ദിവസം അവിടെ കഴിയുന്നുണ്ട്. ഇനി ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശം, അപ്പൊ ഇവിടെ ബലരാമസ്വാമികളെ തീർത്ഥാടനം ചെയ്ത് എന്തിനാണ്? ബലരാമസ്വാമികളെ ലോകസംഗ്രഹാർത്ഥമാണ് തീർത്ഥാടനം നിർവഹിച്ചത്. എന്നുവെച്ചാൽ തീർത്ഥി കുറുവന്തി തീർത്ഥാനി എന്നാണ്. തീർത്ഥാടനം ചെയ്യുന്ന ധർമ്മം ആചരിക്കുന്ന വ്യക്തികളുടെ ദർശന സ്പർശന സംഭാഷണങ്ങളെ കൊണ്ടാണ് ഈ തീർത്ഥങ്ങൾ വാസ്തവത്തിൽ പരിശുദ്ധമാണ്. അപ്പോ ഈ തീർത്ഥാടനം ചെയ്യുമ്പോൾ പാപ പരിഹാരം നടക്കുകയാണ്. അതിനുശേഷം മനഃശുദ്ധി ഉണ്ടാവുകയാണ്. ഈ തീർത്ഥാടനത്തിന് പോകുന്നവരെ ആലോചിക്കേണ്ടതും അറിയേണ്ടതും അവര് കഴിഞ്ഞ നിമിഷം വരെ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപകർമ്മങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ടാണ് തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും വാസ്തവത്തിൽ എന്താണ്? അവർക്ക് മനഃപരിവർത്തനം ഉണ്ടാകണം. വീണ്ടും അവർ ചെയ്തതായിരിക്കുന്ന തിന്മയെ, അധർമ്മത്തെ, ദുരാചാരത്തെ അവർ ആവർത്തിക്കാതിരിക്കുകയും വേണം. അല്ലാതെ തിരിച്ചു വന്ന വഴി തന്നെ വീണ്ടും അത് ചെയ്ത് വീണ്ടും പിന്നീട് തീർത്ഥാടനം ചെയ്യുന്നതില് വാസ്തവത്തിൽ ഔചിത്യബോധമില്ല, യുക്തിബോധമില്ല, യുക്തിചിന്തയില്ല. അതിവിടെ തീർത്ഥാടനം മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ തീർത്ഥാടനങ്ങളെയും ക്ഷേത്ര ദർശനങ്ങളെയും അതുപോലെയുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന പരമാർത്ഥവും ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയുക തന്നെ ചെയ്യണം. ഇനി നമുക്ക് പ്രസിദ്ധകഥയായ ശ്രീരാമചരിതമാണ്. കുജോലോപാഖ്യാനം എന്ന കഥയും അതിന്റെ തത്വവുമാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. കഥ നമ്മളിവിടെ വളരെ വിശദീകരിച്ചു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ കഥയെ ഈ സന്ദർഭത്തിൽ ഒന്ന് വളരെ സംക്ഷിപ്തമായി പറഞ്ഞതിന് ശേഷം അതിന്റെ തത്വഭാഗങ്ങൾ കൂടി പറയാം. അതായത് ശ്രീരാമചരിതത്തിന് പരീക്ഷത്തിന്റെ ചോദ്യം തന്നെയാണ്
ആ സംഭവത്തിന്റെ വിശകലനം നമുക്ക് മനസ്സിലാക്കുവാനും ഇട വരുത്തിയിരിക്കുന്നത്. പരീക്ഷിത് എന്താണ്? മനുഷ്യജന്മ സാഫല്യം ശ്രീകൃഷ്ണ ഭജനം തന്നെയാണ്. ആ ശ്രീകൃഷ്ണ ഭജനത്തിന് സഹായകമാകുന്ന കൃഷ്ണകഥാമൃത് ഇനിയും എനിക്ക് ശ്രവിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് അങ്ങ് ഇനിയും അതിലെ കഥകൾ എന്നോട് പറഞ്ഞു തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ശ്രീശുകൻ ശ്രീകൃഷ്ണ സഖാവായിട്ട് സുദാമാവ് എന്ന് പറഞ്ഞിരുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സന്ദീപിനിയുടെ ഗുരുകുല വാസശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് സുദാമ ബ്രാഹ്മണൻ പ്രവേശിക്കുകയുണ്ടായി. എന്നാൽ ആ ബ്രാഹ്മണൻ ഭഗവത് ഭജനത്തിൽ മുഴുകിയതുകൊണ്ടെന്താണ് ഗൃഹാദി വിഷയങ്ങളൊന്നും തന്നെ അറിയുകയുണ്ടായില്ല. അങ്ങനെ ദാരിദ്ര്യവും പ്രതികൂലങ്ങളും കൊണ്ട് അവരെല്ലാവരും എല്ലും തൊലിയുമായിട്ട് അവരങ്ങനെ ശോഷിച്ചു കഴിയണം. കുചേല പത്നി തന്നെ കരുതിയെങ്കിലും ശ്രീകൃഷ്ണനെ കാണണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മോക്ഷത്തെക്കാൾ വലിയതായിട്ടുള്ള ഭഗവത് ദർശനത്തിലുള്ള മോഹം കുചേലനും ആ സന്ദർഭത്തിലുണ്ടായി. അങ്ങനെ കുചേലൻ തിരുമുൽക്കാഴ്ചയ്ക്ക് പത്നി യാചിച്ചു മേടിച്ചിരിക്കുന്ന അവൽ കിഴിയുമായിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സാക്ഷാൽ വൈകുണ്ഠ ലോകത്തിലാണോ താൻ എത്തിയത് എന്നുള്ള ഒരു തോന്നലോടുകൂടി നമ്മുടെ കുചേലൻ ശ്രീകൃഷ്ണ കൊട്ടാരത്തിലെത്തി ചേരുകയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ പല സംഭവങ്ങളും അയവിറക്കുന്നുണ്ട്. അപ്പൊ ഗുരുപ്രസാദത്താൽ മാത്രമേ ഒരുവൻ കൃതാർത്ഥനാകൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവര് പോയ കാലങ്ങളെ അയവിറക്കുന്നുണ്ട്. ആ സന്ദർഭത്തില് ഭഗവാൻ കുചേലനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. പിന്നെ തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി പാദപൂജയെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ആ സത്സംഗത്തിന്റെ മധ്യത്തില് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ സുദാമാവേ, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഭഗവാന്റെ ഐശ്വര്യം കണ്ട് മോഹിച്ച കുചേലൻ അവൾ കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാലോ ഭഗവാൻ അത് കാണുകയും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും ഒരു പിടിയെടുത്ത് ആർത്തിയോട് കൂടിയിട്ട് അങ്ങോട്ട് ആഹരിച്ചു. പിന്നത്തെ പിടി എടുക്കുമ്പോഴേക്കും ഓടിയെത്തിയ രുക്മിണി ദേവി പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ഭക്തനെ കാണുമ്പോൾ അടിയനെ മറക്കരുതേ എന്നും പറഞ്ഞിട്ട് അവൽപ്പൊരിയുമായിട്ട് പോവുകയാണ്. അങ്ങനെ കുചേലൻ തിരിച്ച് തന്റെ കുടിലിലേക്ക് തന്നെ പോവുകയാണ്. എന്നാലോ സ്വർഗതുല്യമായ രാജകൊട്ടാരങ്ങളും മറ്റും കണ്ട് അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മി സമാനയായി ഭരിച്ച തന്റെ പത്നിയെത്തി അർത്ഥമംഗല്ലാദിയാല് തന്നെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. ഐശ്വര്യത്തില് ആസക്തി വയ്ക്കാതെ ഭഗവത് പ്രസാദമായിട്ട് അവശിഷ്ടകാലം കഴിച്ചു. ജീവമുക്തനും വിദേഹമുക്തനുമായിട്ട് കുചേലൻ ജീവിതയാത്ര തുടരുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുചേല ഉപാഖ്യാനം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ കുചേലചരിത ശ്രവണം കർമ്മബന്ധമോചനം നൽകുന്നതാണ് എന്നവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് വാസ്തവത്തില് മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കർമ്മങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. കർമ്മങ്ങളിൽ നിന്ന് മോചിക്കണമെങ്കിലോ കർമ്മത്തിൽ ആസക്തിയില്ലാതെയാകണം. ആസക്തിയില്ലാതെയാകണമെങ്കിലോ പരമാനന്ദമായിരിക്കുന്ന സുഖസ്വരൂപം താൻ തന്നെയാണ്. താൻ തന്റെ അനിർവചനീയമായ നിജസ്വരൂപത്തില് അന്തർമുഖമാകുമ്പോൾ നിർവികൽപകവും നിർവിശേഷവുമായ ആ നിർഗുണ നിരാകാര സച്ചിദാനന്ദ സത്തയുടെ അമൃതം തനിക്കും ഭുജിക്കുവാൻ സാധിക്കും. അത് ഭുജിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ലൗകികങ്ങളായ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ വിരക്തി വരികയുമുള്ളൂ. അപ്പോ ഈ കുചേലോപാഖ്യാനത്തിൽ നിന്ന് എന്തൊരു തത്വം നമ്മൾ മനസ്സിലാക്കണം നോക്കാം. ഇവിടെ കുചേലനെ
ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ബ്രഹ്മവിത്തമൻ, ജിതേന്ദ്രിയൻ, പിന്നെന്താണ് പ്രശാന്താത്മാ. ഇങ്ങനെയാണ് കുചേലനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ബ്രഹ്മവിത്തമനാണ്. ആരെയാണ് ബ്രഹ്മവിത്തമൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ബ്രഹ്മജ്ഞാനം സമ്പത്തായിട്ടുള്ള വ്യക്തിയെ ബ്രഹ്മവിത്തമൻ എന്ന് പറയും. ഏറ്റവും ശ്രേഷ്ഠമായത് വാസ്തവത്തില് എന്താണ്? ബ്രഹ്മജ്ഞാനം തന്നെയാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ആര്? കുചേലൻ. അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടായതുകൊണ്ട് ലൗകികങ്ങളായ ഐശ്വര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോ പിന്നെ എന്താണ് കുചേലനെ കുറിച്ച് പറയുന്നത്? ജിതേന്ദ്രിയൻ. ബ്രഹ്മവിത്തമൻ, ജിതേന്ദ്രിയൻ. അപ്പൊ ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വത്തെ ജിതേന്ദ്രിയൻ എന്ന് പറയാം. അപ്പൊ 10 ഇന്ദ്രിയങ്ങളെയും ജയിക്കുവാൻ സാധിക്കണം. 10 ഇന്ദ്രിയങ്ങളെയും ജയിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് രജോ ഗുണജയം. ഈ രജോ ഗുണജയം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ലൗകികങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ വാസ്തവത്തിൽ ഉള്ളതായിട്ട് തോന്നരുത്. ഇവിടെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്ന ലോകപദാർത്ഥങ്ങൾ വാസ്തവത്തിൽ ഉള്ളതല്ല. ഇത് ഈശ്വരീയമായ അവബോധത്തിൽ ഉണ്ടാകുന്ന പ്രതിസ്ഫുരണങ്ങൾ മാത്രമാണ്, പ്രതിസ്പന്ദനങ്ങൾ മാത്രമാണ് എന്ന് ബോധിക്കുവാൻ സാധിക്കണം. എന്താണ്? കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിരിക്കുന്ന നൈമിഷികങ്ങളായ ഈ ലോകപദാർത്ഥങ്ങള് വാസ്തവമാണ് എന്ന് ധരിച്ചാണ് ഓരോരുത്തരും ജീവിതം തുടരുന്നത്. ഈ ലോകത്തിലെ വിഷയങ്ങൾ ഉള്ളതായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മവിത്തമനാകണം. എന്നുവെച്ചാൽ ബ്രഹ്മാനുഭൂതി രസികനായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകമില്ലാതിരിക്കുകയുള്ളൂ. ജിതേന്ദ്രിയം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മഹത്തായ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം നേടുക തന്നെ, ബോധിക്കുക തന്നെ വേണം. അപ്പോഴേ ജിതേന്ദ്രിയത്വം വരികയുള്ളൂ. അതുവരെയും ആരും ജിതേന്ദ്രിയന്മാരാകുന്നില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനോ ജയിക്കുവാനോ സാധിക്കുന്നവരായിത്തീരുന്നില്ല. ഈ കുചേലബ്രാഹ്മണൻ എങ്ങനെയാണ്? ലോകബാഹ്യമായ ജീവിതമായിരുന്നു ഈ കുചേലബ്രാഹ്മണന്റേത്. ലോകത്തിൽ ജീവിക്കുന്നതെങ്കിലും ലോകത്തിലേതായിരിക്കുന്ന യാതൊന്നിലും ഭ്രമമുള്ള ആളായിരുന്നില്ല. ആസക്തിയോ താല്പര്യമോ ഉണ്ടായിരുന്ന വ്യക്തിത്വമല്ലായിരുന്നു കുചേലന്റേത്. കാരണം കുചേലൻ 64 ദിവസത്തെ ഗുരുകുലവാസം കൊണ്ട് എന്താണ്? ഭഗവത് സ്വരൂപത്തെ അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്ന വ്യക്തിത്വമാണ് കുചേലൻ. അതുകൊണ്ട് തന്നെ കുചേലനെ മൂന്നാമതെന്താ സംബോധന ചെയ്തിരിക്കുന്നത്? പ്രശാന്താത്മാ. എന്താ പ്രശാന്താത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രശാന്താത്മാ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകരുത്. പറഞ്ഞല്ലോ ജിതേന്ദ്രിയത്വം. പ്രശാന്താത്മാവാകണമെങ്കിൽ എന്ത് വേണം? ജിതേന്ദ്രിയത്വം വരണം. ജിതേന്ദ്രിയത്വം വരണമെങ്കിലോ ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം, അതിന്റെ ഫലം ജിതേന്ദ്രിയത്വം,
അതിന്റെ ഫലം പ്രശാന്ത, ആത്മശാന്തി, മനഃശാന്തി, അമൃത ബോധം. ഇപ്പൊ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അന്തർമുഖത വരണം. അന്തർമുഖതയ്ക്കോ ജിതേന്ദ്രിയത്വം ആവശ്യമാണ്, ഇന്ദ്രിയ നിഗ്രഹം. അപ്പൊ അതിനെന്ത് ചെയ്യണം? തപസ് ചെയ്യണം. തപസ്, തപസ്, ബ്രഹ്മചര്യം, പരമം തപ, തപസ്സാചരിക്കണം. ഈശ്വരന്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടും ഈശ്വരന്റെ മൂലരൂപം ധ്യാനിച്ചുകൊണ്ടും താൻ ആചരിക്കുന്ന ധർമ്മമെല്ലാം ഈശ്വരീയമായ തൃപ്തിക്ക് വേണ്ടിയാണെന്നുള്ള അവബോധത്തോടുകൂടി കർത്തവ്യകർമ്മങ്ങളെ ഈശ്വര പൂജയായിട്ട് ആചരിക്കുക തന്നെ ചെയ്യണം. തപസ് ചെയ്യാതെ പ്രശാന്താത്മാവാകാൻ പറ്റുമോ? പ്രശാന്താത്മാവാകുവാൻ വെളിയിൽ തേടിയാൽ പറ്റുമോ? പറ്റില്ല. പ്രശാന്താത്മാവാകുവാൻ പുറമേയുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ട് എന്ത് വേണം? തന്നിൽ തേടണം. തന്നിൽ താനായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അറിയുവാൻ വേണ്ടി പ്രയത്നം ചെയ്യണം. അപ്പോഴേ പ്രശാന്താത്മാവാക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? ഭഗവത് അനുഗ്രഹമുണ്ടാകണം. ഈശ്വരൻ പക്ഷപാതവാദിയാണോ എന്നൊന്നും ധരിക്കണ്ട. ഈശ്വരീയമായ അനുഗ്രഹം സത്യത്തില് സർവവ്യാപ്തമാണ്, എല്ലാവരിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് തനിക്ക് ഉപയോഗയോഗ്യമാകണമെങ്കിലോ താൻ കൃപയ്ക്ക് അനുസൃതമായിട്ടുള്ള ജീവിതചര്യയെ തുടരുന്ന വ്യക്തിയായിരിക്കണം. അല്ലാതെ സാധ്യമാവുകയില്ല. അപ്പോ ഭഗവത് അനുഗ്രഹം ഉണ്ടാകുമ്പോഴോ ഭഗവാൻ അല്ലാത്തതിനെ ഒന്നും കാണുകയില്ല. അപ്പൊ ഭഗവത് അനുഗ്രഹം ഉണ്ടാകണമെങ്കിലോ ഭഗവാൻ അല്ലാത്തതിനെ ഒന്നിനെയും കാണുവാനും പാടില്ല. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. അതെ, ഈശ്വരനല്ലാതെ ഒന്നിനെയും കാണാൻ പാടില്ല. അപ്പോഴേ പ്രശാന്താത്മാവാകാൻ പറ്റുമോ? അപ്പൊ ഈശ്വരനിൽ നിന്നും അന്യമായിട്ടുള്ളത് സത്യത്തിൽ എന്താണ്? അന്യമായിട്ടുള്ളത് ലോകപദാർത്ഥങ്ങളാണ്. അന്യമായിരിക്കുന്ന ലോകപദാർത്ഥങ്ങളെ ദർശിക്കാതിരിക്കുമ്പോഴോ അതില്ലാതിരിക്കുമ്പോഴാണ് പദാർത്ഥാഭാവനി എന്ന് പറയുന്ന ആറാമത്തെ യോഗഭൂമികയുടെ തലത്തിൽ വ്യക്തി എത്തിച്ചേരുന്നത്. എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തന്നിലെ അജ്ഞാന വിപരീയ സംശയങ്ങളായിരിക്കുന്ന ഭ്രമകൽപ്പനകൾ അകലുക എന്നാണ് അർത്ഥം. അല്ല, ഇതങ്ങനെ അറിയുമ്പോൾ താൻ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയല്ല. താൻ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകളുടെയൊക്കെ നിജസ്ഥിതി ബോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവബോധത്തിൽ എത്തിയതുകൊണ്ട് ഈ ലോകപദാർത്ഥങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമല്ല. ഇവിടെ തനിക്ക് തന്റെ ആത്മസത്തയെ ബോധിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ എന്താണ് കുചേലനെ കുറിച്ച് പറയുന്നത്? എതിർച്ചാലാഭസന്തുഷ്ടൻ. എതിർച്ചാലാഭസന്തുഷ്ടൻ എന്ന് പറഞ്ഞാലോ കർമ്മഫലമായിട്ട് വരുന്നത് അനുഭവിക്കുന്നവൻ. താൻ ഒന്നിനെയും തേടിപ്പോകാതെ തന്നിലേക്ക് പൂർവനിശ്ചിതമായിട്ട് വന്നു ചേരുന്ന പ്രാരബ്ധത്തെ ഭുജിച്ചുകൊണ്ട് കൃതാർത്ഥതയോടുകൂടി ജീവിതം തുടരണം. അപ്പോഴാണ് എതിർച്ചാലാഭസന്തുഷ്ടി. തന്റെ പ്രാരബ്ധം തനിക്ക് ആവശ്യമായത് തന്റെ അടുക്കലേക്ക് എത്തിച്ചു തരും.
അല്ലെങ്കിൽ തനിക്ക് ആവശ്യമായതിനെ നേടുവാൻ യോഗ്യമായ ഇടങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ എന്താണ് കുചേലനെ കുറിച്ച് പറയുന്നത്? സഖാവ്. സഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യഖ്യാതിയോടുകൂടിയ ആളാണ്. തുല്യഖ്യാതിയോടുകൂടിയ ആളെന്ന് പറയുമ്പോഴോ ഇവിടെ ശ്രീകൃഷ്ണ സഖാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ സഖാവാകണമെങ്കിൽ എന്താണ്? ശ്രീകൃഷ്ണനെ തുല്യനായിരിക്കുന്ന വ്യക്തിത്വമായിരിക്കണം, തുല്യമായിരിക്കുന്ന വ്യക്തിത്വമായിരിക്കണം, സമത്വം. ഭഗവാന് തുല്യൻ വാസ്തവത്തില് ആരാണ്? ഭഗവാൻ മാത്രമാണ്. ഭഗവാന് തുല്യൻ ഭഗവാൻ മാത്രമാണ്. അപ്പൊ ഭഗവാന് തുല്യൻ ഭഗവാൻ മാത്രമായിട്ടും കുചേലനെ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ സഖാവ് എന്ന് പറഞ്ഞു? ശ്രീകൃഷ്ണ സഖാവായിരുന്ന കുചേലനെ ശ്രീകൃഷ്ണ സഖാവ് എന്ന് പറയുവാൻ കാരണം ബ്രഹ്മവിത്തമനായതുകൊണ്ടാണ്. ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ശ്രീകൃഷ്ണനെ തുല്യമായ രീതിയിൽ കുചേലനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മനിഷ്ഠയ്ക്ക്, കാരണം സന്യാസത്തിലെ ധർമ്മം ബ്രഹ്മനിഷ്ഠയാണെന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചു. അപ്പൊ ബ്രഹ്മനിഷ്ഠയ്ക്ക് ആവശ്യം എന്താണ്? വിരക്തിയാണ്. വിരക്തിക്കോ ജിതേന്ദ്രിയത്വം ആവശ്യമാണ്. ജിതേന്ദ്രിയത്വം ഉണ്ടാകുമ്പോഴോ പ്രശാന്താത്മാവാണ്. പ്രശാന്താത്മാവാകുമ്പോൾ യഥേച്ഛാ ലാഭസന്തോഷം. ഉള്ളതിലും ഇല്ലാത്തതിലും, സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും, സ്വാതന്ത്ര്യത്തിലും പാരതന്ത്ര്യത്തിലും, ഏത് രീതിയിലായാലും തന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ആർജിക്കുന്ന അവസ്ഥ, അതുണ്ടായിരുന്ന ആളായിരുന്നു ആരെ? കുചേലൻ. ബ്രാഹ്മണന്റെ ധർമ്മമായിട്ട് ഭിക്ഷയാടനം, ഭിക്ഷയെ വിധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടും കുചേല ബ്രാഹ്മണൻ ഭിക്ഷാന്തേഹി, ഭിക്ഷയെടുക്കുവാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ല. കാരണം ആപദ്ധർമ്മമായിട്ട് ഗൃഹസ്ഥാശ്രമി ഭിക്ഷയെടുക്കാവൂ എന്നുമുണ്ട്. ആപദ്ധർമ്മമായിട്ട് ഭിക്ഷയെടുത്ത ഭിക്ഷയെ ആപത്തൊഴിഞ്ഞു കഴിഞ്ഞാലോ അതിനെ ദാനമായിട്ടോ മറ്റു വഴികളിലൂടെയോ വീട്ടുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഗൃഹസ്ഥാശ്രമിക്ക് ഭിക്ഷാടനത്തിന് വിധി അനുവദിക്കുന്നില്ല. സന്യാസിക്കും ബ്രഹ്മചാരിക്കുമാണ് യഥാർത്ഥത്തിൽ ഭിക്ഷാടനം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഗൃഹസ്ഥർക്ക് ആപദ്ധർമ്മമായിട്ട് മാത്രമാണ്. അപ്പൊ ഈ ഭിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീ എന്ന് പറഞ്ഞാൽ മരണഭയം. ഭീയെ ക്ഷയിപ്പിക്കുന്നതാണ് ഭിക്ഷ. ഭിക്ഷ കൊടുക്കുന്ന ആളുടെ ഭയവും വാങ്ങുന്ന ആളുടെ അഹങ്കാരവുമാണ് നശിക്കുന്നത്. അപ്പൊ ഭിക്ഷ കൊടുക്കുന്ന ആളുടെ ഭയം നശിക്കണമെങ്കിലോ ദ്വിതീയാദ്വൈഭയം, രണ്ടെന്ന ചിന്തയാണ് ഭയത്തിന് കാരണം. ആ ഭയം വരണമെങ്കിൽ ഏകത്വമായി പ്രകാശിക്കുന്ന ഈശ്വരാവബോധം ആർജിക്കുക തന്നെ ചെയ്യണം. അദ്വൈതം, പരമം ശാന്തി.
ആ അവസ്ഥയിലേക്ക് ഉണരണം. ഇവിടെ അങ്ങനെയുള്ള കുചേലൻ എന്താണ്, അവലുകൊണ്ടാണ് ഭഗവാന്റെ അടുക്കിലേക്ക് പോയത്. അപ്പൊ ജീർണ വസ്ത്രത്തിൽ പൊതിഞ്ഞ അവൽ ഏറ്റവും പ്രിയം ഭഗവാനെ എന്ന് കേൾക്കുകയുണ്ടായി. എന്താ അതിന്റെ അർത്ഥം? ഭഗവാൻ ഏറ്റവും പ്രിയം ഭക്തിയാണ്. ഭക്തിയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് അവലിനെ ബോധിക്കേണ്ടത്. യഥാർത്ഥ ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കുചേലനുണ്ടായിരുന്ന ഗുണങ്ങളൊക്കെ. എന്തൊക്കെയായിരുന്നു കുചേലനുണ്ടായിരുന്ന ഗുണങ്ങൾ? ബ്രഹ്മവിത്തമൻ, ജിതേന്ദ്രിയൻ, പിന്നെയോ പ്രശാന്താത്മ, പിന്നെ യഥൃച്ഛാലാഭ സന്തുഷ്ടി. ഭാഗവത ധ്യാനം ദശമസ്കന്ധത്തിലെ കഥാഭാഗങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 90 അധ്യായങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്ന ദശമസ്കന്ധത്തിലെ 80 അധ്യായങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമചരിതം വരുന്നത്. അപ്പോ വ്യക്തി പൂർണ്ണമായിട്ട് ഇതിനെ ബോധിക്കുമ്പോഴോ അവിടെ എത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണ സഖാവായിരിക്കണം താൻ. ശ്രീകൃഷ്ണന് തുല്യമായിരിക്കുന്ന അവബോധം ബോധിക്കണം. അപ്പൊ ഭക്തിയോട് കൂടിയിട്ട് ഭക്തർ പത്രം പുഷ്പം ഫലം തോയം അവയെല്ലാം സമർപ്പിച്ചാൽ അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. അതിനിവിടെ കുചേലന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഭഗവത് ഉപകരണമായിട്ടായിരുന്നു കുചേലൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഭഗവത് ഉപകരണമായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ടോ അഹന്ത മമതകളില്ല. ഞാനെന്നും എന്റേതെന്നും ഉള്ള ഒരു അറിവല്ലായിരുന്നു കുചേലധർമ്മത്തിന് പ്രേരകമായിരുന്നത്. ഇങ്ങനെ അഹന്താമമതകൾ ഇല്ലാതെയാകണമെങ്കിൽ തന്നിൽ എന്ത് ഗുണമുണ്ടാകണം? ഈ മുകളിൽ പറഞ്ഞ ബ്രഹ്മജ്ഞാനം മുതലായിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയാകുമ്പോ തനിക്കതിന് സാധ്യമാകും. അതിന് സാധ്യമാകുമ്പോഴോ ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ടും സ്വീകരിക്കും. ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോഴോ എന്ത് സംഭവിക്കും? ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോ അഖണ്ഡാമമതകൾ അകലുകയും ചെയ്യും. ഞാനിതെന്നും എന്റേതെന്നുള്ള മനോഭാവം അകലുകയും ചെയ്യും. ഞാനെന്നും എന്റേതെന്നുമുള്ള ബോധത്തോടു കൂടിയിരിക്കുന്ന കർമ്മമാണിവിടെ ബന്ധത്തിനു കാരണം. അപ്പൊ ബന്ധങ്ങൾക്ക് കാരണമായിരിക്കുന്ന കർമ്മത്തെ മോക്ഷമാക്കി തീർക്കണമെങ്കിൽ, മോക്ഷത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ ഭഗവത് സംബന്ധിയായ കർമ്മം. സകല കർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ് കുചേലോപാഖ്യാനം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു. അപ്പൊ അതിനെ ഈ പറയുന്ന ഗുണവിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുക തന്നെ വേണം. ഇവിടെ അവൽ എന്ന് പറയുന്നത് എന്താണ്? വറുത്ത വിത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. വറുത്ത വിത്ത് പിന്നെ മുളയ്ക്കുമോ? അത് പിന്നെ തന്നെ ഈ സംസാരത്തിൽ പുനർജനിപ്പിക്കുകയില്ല. അപ്പൊ വറുത്ത വിത്ത് പോലെ ആകണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശുദ്ധമാകണം. അപ്പോ മനസ്സ് ശുദ്ധമായതിനു ശേഷമുണ്ടാകുന്ന വാസനകളോ അത് പുനർജന്മത്തിന് കാരണമാകുന്നില്ല. സർവം ഖല്ലിതമേ ബാഹം നാന്യദസ്തി സനാതനം. മഹാദേവിയുടെ വചനം. പിന്നെ ഭഗവാൻ എന്താണ്? അഹമേവാസമേവാഗ്രേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3-ാമത്തെ സ്കന്ധത്തിലെ ആ ചതുശ്ലോകി ഭാഗവതത്തിലും ശ്രവിക്കുകയുണ്ടായി. ഞാനല്ലാതെ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഒന്നും ഉണ്ടാകുന്നില്ല, ഉണ്ടായിരുന്നില്ല എന്നാണ്.
അത് ബോധിക്കണം. ഇപ്പൊ മനസ്സ് ശുദ്ധമായതിനു ശേഷം ഒരു യതി, ഒരു സന്യാസി, ഒരു ഗുരു, ഒരു ആചാര്യൻ ചെയ്യുന്ന ധർമ്മം ആചാര്യന്റെ പുനർജന്മത്തിന് അത് കാരണമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഗുരുജനങ്ങളുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. അവരുടെ കർമ്മങ്ങളും മറ്റും നോക്കി അവരെ നമ്മൾ നിഷേധാത്മകമായിട്ട് ചോദ്യം ചെയ്യുവാനുള്ള പ്രവണത സമൂഹത്തിൽ നിന്ന് അകലുക തന്നെ ചെയ്യണം. മനസ്സ് ശുദ്ധമായതിനു ശേഷം ലോകത്തിന് ദോഷമായ ഒരു കർമ്മവും ഒരു സന്യാസിയിൽ നിന്നും ഒരു സാധുവിൽ നിന്നും ഉണ്ടാവുകയില്ല. അതല്ലാത്തവരുടെ കർമ്മത്തിൽ നിന്നുമാണ് ലോകത്തിന് അമംഗളങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാവുകയാണ്. പുനർജന്മത്തിന് കാരണമാകാത്ത മനഃശുദ്ധി നേടിയത് കൊണ്ട് തന്നെ ഭഗവാൻ കഴിച്ച ഒരു പിടി അവൽ കൊണ്ട് കുചേലൻ എന്ത് സംഭവിച്ചു? ഭക്തിയും ഭുക്തിയും ഒരു പിടി അവല് കൊണ്ട് തന്നെ ലഭിച്ചു. ഭക്തിയും ഭുക്തിയും ലഭിച്ചു കഴിഞ്ഞാലോ മുക്തിയുമാകും. അപ്പൊ ശരിയായ ഈശ്വരോപാസന കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അമ്മ ആഹ്ലാദിക്കുന്നു, പിതൃക്കൾ ആഹ്ലാദിക്കുന്നു, സുഹൃത്തുക്കളെ ആഹ്ലാദിക്കുന്നു, ദേവാദിവർഗങ്ങൾ എല്ലാവരും ആഹ്ലാദിക്കുന്നു. ഭൂമി ദേവിയോ കൃതാർത്ഥയും ആകുന്നു. ശരിയായ ഈശ്വരാവബോധത്തോടുകൂടി ജീവിക്കുക, അതാണ് ആവശ്യം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു ജീവൻ പൂർണ്ണമാകുന്നത്. അതും നമുക്കിവിടെ ശ്രമിക്കുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ ചോസം? കർമ്മമോചനമാണ് ഈ കുചേലോപാഖ്യാനത്തിന്റെ ശരിയായ ശ്രവണത്തിൽ നിന്നും ലഭിക്കുന്ന ഫലം. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈശ്വരൻ ലയിച്ച് ബ്രഹ്മാനന്ദത്തിൽ ഉറച്ചിരിക്കുവാനപ്പോൾ സാധിക്കും. അതുതന്നെ പദാർത്ഥാഭാവം. ഇനിയും നമുക്ക് മറ്റ് കഥകളിലൂടെ ബോധിക്കേണ്ട തത്വങ്ങളെ അറിയുവാൻ ആരംഭിക്കാം.